നമശിവായ. നമസ്കാരം. ഇന്ദിരാനന്ദം ബ്രഹ്മാനന്ദത്തിൻ്റെ പ്രഭാതവന്ദനം ഗീതാഹൃദയത്തിലേക്ക് എല്ലാ മിത്രങ്ങൾക്കും സ്വാഗതം. സർവശ്രുതി ശിരോരത്ന സമുദ്ഭാസിതമൂർത്തയെ വേദാന്താംബുജസൂര്യായ തസ്മൈ ശ്രീ ഗുരവേ നമഃ. സാഖ്യയോഗം എന്ന 2-ാം അധ്യായത്തിൻ്റെ ശ്ലോകം 52 കഴിഞ്ഞ ദിവസം നാം ശ്രദ്ധിച്ചത്. അവിടെ കർമ്മം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, നിഷ്കാമകർമ്മത്തിൻ്റെ ഫലപ്രാപ്തിയെക്കുറിച്ചുമൊക്കെയാണ് ഭഗവാൻ അർജുനോട് ഉപദേശിച്ചത്. മോഹബുദ്ധിയെ തരണം ചെയ്യുമ്പോൾ നീ നിർവേദത്തെ പ്രാപിക്കുന്നു, അഥവാ വൈരാഗ്യത്തെ പ്രാപിക്കുന്നു, വൈരാഗ്യ ബുദ്ധി ലഭിക്കുന്നു എന്നാണ് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞത്. അടുത്ത ശ്ലോകത്തിൽ എന്തു പറയുന്നു എന്ന് നമുക്ക് നോക്കാം, ശ്രദ്ധിക്കാം. ശ്ലോകം 53. ശ്രുതി പ്രതിപന്നാദേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചല ബുദ്ധിസ്തഥാ യോഗമവാപ്സ്യസി. ഇവിടെ ഇങ്ങനെ വിവിധ പ്രകാരത്തിലുള്ള കാര്യങ്ങൾ കേട്ട് അസ്ഥിരമായി തീർന്ന ബുദ്ധി സമാധിയിലൂടെ എപ്പോഴാണോ സ്ഥിരമായി തീരുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കുന്നു. എന്താണെന്ന് പറഞ്ഞാൽ, ഇങ്ങനെ വിവിധ പ്രകാരത്തിലുള്ള കാര്യങ്ങൾ കേട്ടും കണ്ടും അനുഭവിച്ചും അസ്ഥിരമായി തീർന്ന ബുദ്ധി സമാധിയിലൂടെ എപ്പോഴാണോ നിനക്ക് സ്ഥിരമായി തീരുന്നത് അപ്പോൾ നീ യോഗത്തെ പ്രാപിക്കുന്നു എന്നാണ് ഭഗവാൻ പറഞ്ഞത്. ഇവിടെ എങ്ങനെയായാലും വേദത്തെ അറിയേണ്ടതിൻ്റെ ആവശ്യകത ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ശ്രുതി, ശ്രുതം, ശ്രോതവ്യം എന്നിവയെല്ലാം ഒരേ ധാതുവിൽ നിന്നുണ്ടാകുന്നതാണ്. ത്യാഗത്തോടെ ഭോഗിക്കൂ, അതിൻ്റെ കെട്ടിൽപ്പെടാതെ എന്നർത്ഥമുള്ള മന്ത്രങ്ങൾ കാണുന്നുണ്ട്. ഈ ശ്ലോകത്തിലെ സമാധി ശബ്ദത്തിൻ്റെ അർത്ഥം അറിയേണ്ടതുണ്ട്. കാരണം വരാനിരിക്കുന്ന പല അധ്യായങ്ങളിലും സമാധി തുടങ്ങിയ അവസ്ഥയിൽ ഒരു സാധകനുണ്ടാകുന്ന ഭാവങ്ങളെ ഭഗവാൻ പ്രകാശിപ്പിക്കുന്നു. പ്രത്യേകിച്ചും പുരുഷോത്തമ യോഗത്തിൽ, യോഗ ദർശനത്തിൽ യോഗിയുടെ 3 തലങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്: ധാരണ, ധ്യാനം, സമാധി. ഏതെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ആഗ്രഹിച്ചാൽ നാം അതിനെക്കുറിച്ച് വിചാരം ചെയ്യും. വിചാരത്തിൻ്റെ ആദ്യ ഭാഗമാണ് ധാരണ. നാം ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ചെറിയൊരു ധാരണയെങ്കിലും ഉണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ എളുപ്പം ചെയ്യാൻ കഴിയും. യോഗദർശനത്തിൽ പറയുന്നുണ്ട്, ദേശബന്ധശ്ചിസ്തസ്യ ധാരണ. എന്താണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെന്ന് ആദ്യം അറിയണം. ഇതാണ് ധാരണ. സംസ്കൃത ഭാഷ പഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിരിക്കട്ടെ, എന്തിനു പഠിക്കണം, പഠിച്ചത് കൊണ്ട് എന്താണ് ലാഭം, എങ്ങനെയാണ് ഇത് പഠിക്കുക തുടങ്ങിയ വിഷയങ്ങളുടെ അറിവ് നേടുന്നതാണ് ധാരണ. ചിത്തത്തെ വിഷയവുമായി ബന്ധിപ്പിക്കുന്നതാണ് ധാരണയെന്ന് ചുരുക്കം. ഈ അറിവ് ലഭിച്ചാൽ 2-ാം ഘട്ടം ആരംഭിക്കുകയായി. ഇതാണ് ധ്യാനം. ധ്യാനത്തെപ്പറ്റി യോഗദർശനത്തിൽ പറയുന്നത്, തത്ര പ്രത്യേക താനതാ ധ്യാനം. താൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയവുമായി ഏകതാനത അഥവാ ലീനത പ്രാപിക്കുന്നത് ധ്യാനമാണ്. സംസ്കൃത പഠനത്തിനായി ഗുരുവിനെ കണ്ടുപിടിക്കുന്നു, ആ പരിശ്രമത്തിൽ മുഴുകുന്നു, പഠിതാവ് സ്വന്തം കാര്യത്തിൽ ലീനനാകുന്നു. ഇതാണ് ധ്യാനം. ഇനി 3-ാമത്തെ ഘട്ടമായ സമാധിയാണ്.
സമാധിയെപ്പറ്റി യോഗദർശനത്തിൽ പറയുന്നത് തദേവാർത്ഥമാത്ര നിർഭാസം സ്വരൂപശൂന്യവിവത് സമാധി. ആ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം നിർലീനനായി തീർന്ന് മറ്റെല്ലാം ശൂന്യമായി തീരുന്നതാണ് സമാധി. ഏത് കാര്യത്തിലാണോ ഏർപ്പെട്ടത് ആ ഒരു പ്രത്യേക വിഷയത്തിൽ മാത്രം നിർലീനനായി തീർന്ന് മറ്റെല്ലാം ശൂന്യമായി തീരുന്നതാണ് സമാധി. ഭാഷയിലാണെന്നുണ്ടെങ്കിൽ സംസ്കൃത ഭാഷ പഠിക്കുന്നു, അത് മനസ്സിലാക്കി കഴിഞ്ഞു, മറ്റെല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ച് ഇതിൽ മുഴുകിക്കഴിഞ്ഞു, പ്രപഞ്ചത്തിലെ മറ്റെല്ലാ കാര്യങ്ങളും മറന്നു, കേവലം സംസ്കൃത പഠനം മാത്രം ധ്യാനത്തിൽ നിറയുന്നു. ഇതാണ് സമാധി. ഗീതയിൽ ഈ പ്രയോഗത്തിൻ്റെ പ്രസക്തി എങ്ങനെയാണ് എന്ന് നോക്കാം. കർമ്മം മനുഷ്യനെ പ്രപഞ്ചത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്. കർമ്മഫലവും ലഭിക്കും. ഫലം കിട്ടിയാൽ മനുഷ്യൻ വീണ്ടും കർമ്മങ്ങൾ ചെയ്യും, അതിൻ്റെയും ഫലം ലഭിക്കും. ഇങ്ങനെ കർമ്മം കർമ്മഫലം കർമ്മം കർമ്മഫലം എന്നിങ്ങനെ ബന്ധം തീർക്കുന്ന പ്രക്രിയ തുടരും. ബന്ധനം ഒരു ചങ്ങലയായി തുടരുന്നു. എന്നാൽ ഈ കർമ്മബന്ധനത്തിൽ നിന്ന് മുക്തനാകണം. കർമ്മത്തിൽ നിന്ന് വേണ്ടതാനും. അതിനാൽ ഗീത പറയുകയാണ്, ബുദ്ധിപൂർവം കർമ്മം ചെയ്യുക, വിചാരത്തോടെ, കർമ്മഫലത്തിൽ ആസക്തിയില്ലാതെ കർമ്മം ചെയ്യുക. ഇതിനാണ് ബുദ്ധി യോഗം എന്ന് പറയുന്നത്. ബുദ്ധിയോഗത്താൽ ചെയ്യുന്ന കർമ്മം ശ്രേഷ്ഠമാണ്. അങ്ങനെ യോഗാവസ്ഥ ലഭിക്കുവാനുള്ള വഴികളാണ് അർജുനനെ ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നത്. അടുത്ത ശ്ലോകം അർജുനൻ്റെ മറുപടി നമുക്ക് കേൾക്കാം. മനസ്സിലാക്കാൻ വേണ്ടിയാണ് ധ്യാനവും സമാധിയും ധാരണയും ഒക്കെ ചെറു വിവരണം പറഞ്ഞത്. മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. ഗുരു പാതാരബിന്ദങ്ങളിൽ സമർപ്പിക്കുന്നു. ഏവർക്കും ശുഭ സുദിനം ആശംസിക്കുന്നു. നമസ്കാരം.